ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് പരീക്ഷയും അനുബന്ധിച്ച് കെമിസ്ട്രി ഭാഗത്തു നിന്നും 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പൊ നമുക്ക് സെറ്റ് പരീക്ഷ ജൂലൈ 28-നാണ്. ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകൾ വിവിധ തരം ടോപ്പിക്കിൽ പല സീസണുകളിലായിട്ട് ടോസ് അക്കാഡമി എല്ലാ സബ്ജക്റ്റിന്റെ ഭാഗത്തു നിന്നും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ലാസ്റ്റ് തവണ ചോദിച്ച പല ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത പല വീഡിയോസിലായിട്ടും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ 28ന്റെ പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് അത്തരം വീഡിയോസുമായിട്ട് ഒന്ന് ഫെമിലിയറൈസ് ആവുക. ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട് വിവിധ പരീക്ഷകൾക്ക്. സെറ്റിന്റെ തന്നെ ലാസ്റ്റും അതിന് മുമ്പത്തെ ഉള്ള എക്സാമിനെല്ലാം നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. ചില ക്വസ്റ്റ്യൻസ് അതേപടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കൈൻഡ്ലി അറ്റംപ്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്. നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ട്രിക്കി ചോദ്യങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. ട്രിക്കി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഷോർട്ട് ഇക്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ലാറ്റിസ് ഏതാണെന്ന് അറിയണം. FCCക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് BCCക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ ക്യൂബിക്കിന് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആറ്റം ടു ആറ്റം കോണ്ടാക്ട് ഡിസ്റ്റൻസിനെയും അതുപോലെ ആറ്റം എന്താണ് ലാറ്റിസ് പാരാമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എ മെറ്റൽ ക്രിസ്റ്റലൈസസ് ഇൻ FCC cubic lattice with a lattice parameter equal to A equal to 4.20 ആങ്സ്ട്രം. 4.20 ആങ്സ്ട്രമിലാണ് ഈ ഒരു മെറ്റല് FCC ലാറ്റിസിൽ ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആറ്റം ടു ആറ്റം കോണ്ടാക്ട് ഡിസ്റ്റൻസ് കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു FCC ലാറ്റിസിലെ ആറ്റം ടു ആറ്റം കോണ്ടാക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A/√2 ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 4.2 ആങ്സ്ട്രം ആണ്. ഡിവൈഡ് ബൈ √2, that is 4.20 by 1.414, which is approximately equal to 2.97 ആങ്സ്ട്രം. ഇതുപോലെ തന്നെ BCCക്കും സിമ്പിൾ ക്യൂബിക്കിനും ഒക്കെ ഉള്ള കണക്ഷൻസ് പഠിച്ചിട്ട് പോവുക. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ഇറിഡിയം COD പിരിഡിയം PCY3. ഇതെന്ന് പറയുന്നത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് പോലെ ഇറിഡിയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജനേഷൻ കാറ്റലിസ്റ്റ് ആണ്. എന്താണ് ഇയാളുടെ പ്രത്യേകത? ഹൈഡ്രജനേഷൻ നടക്കും വിത്ത് റെസ്പെക്ട് ടു ദ എന്താണ് OHന്റെ അവിടെ അല്ലിലിക് ഗ്രൂപ്പ്, അല്ലിലിക് OH ഉണ്ടെങ്കിൽ, അല്ലിലിക് ഗ്രൂപ്പിൽ ഒരു OH ഉണ്ടെങ്കിൽ ആ OH എങ്ങനെയാണോ നിൽക്കുന്നത് അതേ സൈഡിൽ നിന്നും ഹൈഡ്രജൻ അഡീഷൻ നടക്കും. ഇറിഡിയം ബേസ്ഡ് കാറ്റലിസ്റ്റ് വിച്ച് ഇസ് ഹെൽപ്പിംഗ് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷനെ സഹായിക്കുന്ന വിൽക്കിൻസൺ പോലെയുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് ഇറിഡിയം എന്ന് പറയുന്നത്. ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ അഡീഷൻ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ലിലിക് ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കീനിലായിരിക്കും ഹൈഡ്രജനേഷൻ നടക്കുന്നത്. അവിടെ എന്താണ് Hനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെയും ഇവിടെയുമാണ് H ആഡ് ചെയ്യേണ്ടത്. ആ Hന്റെ അഡീഷൻ എന്താണ് എബവ് ദ പ്ലെയിനിലൂടെയാണോ ബിലോ ദ പ്ലെയിനിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ജംഗ്ഷനിലുള്ള ഗ്രൂപ്പ് അല്ല, മറിച്ച് അല്ലിലിക് പൊസിഷനിലുള്ള OHന്റെ പ്ലെയിൻ ആണ്. OH ഇവിടെ വെഡ്ജ് രൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഹൈഡ്രജന്റെ അഡീഷനും വെഡ്ജ് ആയിട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ OH ഗ്രൂപ്പ് വന്നാലുള്ള ഒരു പ്രത്യേകതയാണ്. അടുത്തത് എഗെയിൻ സെയിം ഇറിഡിയം കാറ്റലിസ്റ്റ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ OH ഉണ്ട് അല്ലെ, OH ഉണ്ട്. അപ്പൊ ഇവിടെ ആ OHന്റെ പ്ലെയിൻ അവിടെ നിൽക്കുമ്പോ അല്ലിലിക് ഗ്രൂപ്പ് ഉണ്ട് അവിടെ അതിന്റെ ഇപ്പുറത്തെ പ്ലെയിനിലായിട്ട് അല്ലെങ്കിൽ ഇപ്പുറത്തെ ഗ്രൂപ്പിലായിട്ട് ഒരു OH ഉണ്ട്. OH എന്ന് പറയുന്നത് ഡാഷിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അഡീഷൻ, ഇവിടെ ഹൈഡ്രജൻ അഡീഷൻ നടക്കുന്നതും ഡാഷിലായിട്ടായിരിക്കും. ഓക്കെ, അപ്പോ OHന്റെ പ്ലെയിനിലൂടെ addition of hydrogen take place
ഇൻ ദ പ്ലെയിൻ ഓഫ് എന്താണ് OH. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്തത് നിങ്ങൾക്കൊരു വലിയ ബൾക്കി ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമുക്ക് റിയാക്ഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. റിയേജന്റ് ഏതാണ്? DCC-DMSO എന്നൊരു റിയേജന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് മൊഫാറ്റ് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, മൊഫാറ്റ് ഓക്സിഡേഷന്റെ റിയേജന്റ് ആണ് DCC-യും DMSO-യും. എന്താണ് മൊഫാറ്റ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാല് DCC ആണ് ഈ ഡൈസൈക്ലോഹെക്സൈൽ കാർബോ ഡൈമൈഡ്. DMSO എന്ന് പറയുന്നത് എന്താണ്? ഡൈമീഥൈൽ സൾഫോക്സൈഡ്. എന്താണ് ഈ ഒരു മൊഫാറ്റ് ഓക്സിഡേഷനിൽ നടക്കുന്നത്? ആൽക്കഹോള് കാർബോണിലായിട്ട് കൺവേർട്ടഡ് ആവും. ഓർക്കുക, പ്രൈമറി ആൽക്കഹോള് ആൽഡിഹൈഡ് ആയിട്ടും സെക്കൻഡറി ആൽക്കഹോള് കീറ്റോൺ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഴയ റിയാക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബൾക്കി ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് റിയാക്ഷൻ നടക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്. എപ്പോൾ DCC-DMSOയുടെ ആക്ഷൻ അറിയത്തില്ല എങ്കിൽ. പക്ഷെ നമുക്ക് DCC-DMSO എന്ന് കാണുമ്പോഴേ മൊഫാട്ട് ഓക്സിഡേഷൻ വരുന്നു. മൊഫാട്ട് ഓക്സിഡേഷൻ എന്താ ചെയ്യുന്നത്? ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പൊ അവനെ കീറ്റോൺ ആയിട്ട് OH എന്നുള്ളത് ഡബിൾ ബോണ്ടോ ആയിട്ട് മാറ്റുന്നു. ഇതാണ് മൊഫാട്ട് ഓക്സിഡേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്ലോട്ട് ഓഫ് T വേഴ്സസ് T ഫോർ എ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ക്യൂറീസ് ഇക്വേഷൻ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ക്യൂറീസ് ഇക്വേഷൻ എന്ന് പറയുന്നത് chi is inversely proportional to temperature. അതായത് മോളാർ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചറിന് നേരെ വിപരീതമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റിബിലിറ്റി കുറയും. ദാറ്റ് ഈസ് chi equal to constant by T. That means chi T is a constant. chi T എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. തന്നിരിക്കുന്ന ഗ്രാഫില് chi T വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ chi T കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു C ഗ്രാഫ് ആണ് അല്ലെ. കൈറ്റിയും ടിയുടെ പ്ലോട്ട് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ കൈയും ടിയും കണ്ടിട്ട് ഇതിലേക്ക് ചൂസ് ചെയ്യാം. ഇതാണ് ആക്ച്വലി ക്യൂരീസിന്റെ ഗ്രാഫ്. അത് എപ്പോഴാണ്? കൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി വരുമ്പോഴാണ്. കൈ വേഴ്സസ് ടി ഗ്രാഫ് എടുക്കുമ്പോഴാണ് അത്. ബട്ട് ഇവിടെ കൈ ടി വേഴ്സസ് ടി ഗ്രാഫ് ആണ്. അടുത്തത്, an efficient catalyst for the hydrogenation of alkene is RHPPS3Cl. However, iridium does not catalyze this reaction. ആൽക്കീന്റെ ഹൈഡ്രജനേഷൻ, അതായത് C ഡബിൾ ബോണ്ട് സീനെ C സിംഗിൾ ബോണ്ട് C ആക്കുന്ന ഒരു റിയാക്ഷൻ ആണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ആയ RHPPH3Cl കാറ്റലൈസ് ചെയ്യുന്നത്. റോഡിയത്തിന്റെ അതേ ഗ്രൂപ്പിലുള്ള റോഡിയം കൊച്ചു റോഡിൽ ഇരുന്നു എന്ന അതേ ഫാമിലിയിലുള്ള എന്താണ് ഇറിഡിയത്തെ എടുത്ത് വെച്ചാൽ ഈ റിയാക്ഷൻ നടക്കുകയില്ല. അതിന്റെ റീസൺ എന്താണെന്ന്. ഇത് കുറച്ച് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇത് ഗേറ്റിനും നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തും വരുന്നുമുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റോഡിയം ട്രാൻസിഷൻ സീരീസിലാണ്. നോക്കിക്കേ, കൊച്ച് റോഡിൽ ഇരുന്നു. റോഡിയം 4D ആണ്, ഇറിഡിയം ആകട്ടെ 5D ആണ് അല്ലെ. 3 PPH3 എന്ന് പറയുമ്പോൾ ബൾക്കി ഗ്രൂപ്പ് ആണ്. ഫോസ്ഫറസിലേക്ക് 3 ഫിനൈൽ റിങ്സ് ആണ് വരുന്നത്. ഇതുപോലത്തെ ബെൻസീന്റെ 3 റിങ്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡിയം അവന്റെ ഒരു PPH3 മാറ്റിയിട്ടാണ് 2 ഹൈഡ്രജനെ അറ്റാച്ച് ചെയ്യുന്നത്. ഇറിഡിയം ആകട്ടെ ഭയങ്കര വലിയ സൈസുള്ള ആളാണ് റോഡിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുക? ഇറിഡിയം വലിയ സൈസ് ആയതുകൊണ്ട് ഈ PPH3 ആയിട്ട് അവന് കുറച്ചുകൂടെ സ്ട്രോങ് ബൈൻഡിങ് ആണ്. അതുവഴി അവൻ സൈക്ലോമെറ്റിലേഷൻ പങ്കെടുക്കും. അപ്പോ ആ ഇറിഡിയത്തിന് ഒരു PPH3 കളഞ്ഞുകൊണ്ട് ഹൈഡ്രജനേഷനിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ PPH3 ബൈൻഡ് സ്ട്രോങ്ങർ ടു ഇറിഡിയം ദാൻ ടു റോഡിയം.
ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് അതുപോലെ ഇത്തരത്തിലുള്ള എന്താണ് അഡ്വാൻസ്ഡ് തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് വാട്ടർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ദ കോംപ്ലക്സ് അയോൺ. വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയിട്ട് തന്നെ ചോദിക്കാം. നമുക്ക് വെനേഡിയം 2+, കൊബാൾട്ട് 2+, ക്രോമിയം 3+, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ്. D3 കൊബാൾട്ട് എന്ന് വെച്ചാൽ D7, Cr3 എന്ന് വെച്ചാൽ Cr3 ഏതാണ്? ക്രമെൻ. D4s2 D3. വെനേഡിയം 2+, ക്രോമിയം 3+, അതുപോലെ കൊബാൾട്ട് 2+, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം D5 ആണിത്, D4 ആണ്, D3 ആണ്. ഓക്കെ, ഇത് D2, D1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവന്റെ എന്താണ് ലബൈലിറ്റി. ലബൈൽ എന്ന് വെച്ചാൽ എന്താണ്? റിയാക്റ്റീവ് ആണ്. ഇനേർട്ട്നെസ് എന്ന് വെച്ചാൽ ചത്തുകുത്തിയിരിക്കും, പെട്ടെന്ന് റിയാക്ഷൻ. വാട്ടർ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ വാട്ടറിനെ ആ ലിഗാൻഡിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഇവിടെ ലബൈലിറ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് ലബൈൽ ഏതാണെന്ന് നോക്കണം. വെനേഡിയം 2+ എഴുതുമ്പോൾ T2G3 EG0. കൊബാൾട്ട് 2+ എഴുതുമ്പോൾ ഹൈസ്പിൻ ലിഗാൻഡ് അല്ലേ, വാട്ടർ അല്ലേ, 4 EG2 അല്ലല്ലോ, T2G5 EG2. ക്രോമിയത്തിന്റെ T2G3 ആണ് അല്ലെ. അപ്പോ നോക്കുക, വനേഡിയം 2+ഉം ക്രോമിയം 3+ഉം എന്താണ്? ഇനേർട്ട് ആണ്. കാരണം എന്താ? T2G എന്ന് പറയുന്നത് ഇതുപോലെ 3 ഓർബിറ്റൽ ആണ്. അവിടെ സിംഗ്ലി ഓക്കുപ്പൈഡ് ആയിട്ട് സ്റ്റേബിൾ ആണ്. EG ഫിൽഡ് അല്ല. അപ്പൊ അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സ്റ്റേബിൾ എന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഇനേർട്ടിൽ വരുന്നത്. അപ്പൊ അവർ ഇനേർട്ട് ആണ്. നേരെ മറിച്ച് കൊബാൾട്ട് 2+ ആവട്ടെ ലബൈലാണ്. കാരണം EG 2 ഇലക്ട്രോൺ അല്ലെ, അയൺ കൊബാൾട്ട്. ഓക്കെ, അയൺ കൊബാൾട്ട് EG 2 ഇലക്ട്രോൺ, T2G അൺസിമെട്രിക്കലി ഫിൽഡ് ആണ്. ക്ലിയർ ആയോ? അവിടെ റീപ്ലേസ്മെന്റിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഏറ്റവും നല്ല വാട്ടർ എക്സ്ചേഞ്ചിന് സാധ്യതയുള്ളത് കൊബാൾട്ട് H2O6 2+ ആണ്. അതിന്റെ കാരണം അവൻ ലബൈലാണ്. ഇനി വനേഡിയവും ക്രോമിയവും കൂടെ വരുമ്പോഴത്തേക്കും സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ് എങ്ങനെയാണ്? എക്രോസ് ദ പീരീഡ് താഴേക്ക് സൈസ് കൂടുകയും നേരെ സൈസ് കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോ ക്രോമിയത്തിന് സൈസ് എന്താണ്? കുറവാണ് അല്ലെ. ക്രോമിയത്തിന് സൈസ് കുറവാണ് വനേഡിയത്തിനേക്കാൾ നോക്കുമ്പോൾ. ക്രോമിയത്തിന് സൈസ് കുറവാണ്. ഓക്കെ, ക്രോമിയത്തിന് സൈസ് വളരെ കുറവാണ്. നേരെ മറിച്ച് എന്താണ്? വനേഡിയത്തിന് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി കൊബാൾട്ട് H2O6 2+ന് ശേഷം അത് പക്കാ ലബൈലിറ്റി. ഇനേർട്ട്നെസ് വരുമ്പോഴത്തേക്ക് സൈസ് കൂടിയ ആൾക്ക് കുറച്ചുകൂടെ എന്താണ് അവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ട് അവിടെ റീപ്ലേസ്മെന്റിന് സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡിയിലേക്ക് ഉത്തരം പോകാം. അടുത്തത് ദ മാക്സിമം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഓഫ് D2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മൈക്രോസ്റ്റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഇലക്ട്രോൺസ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഫാക്ടോറിയൽ. മാക്സിമം 10 ഫാക്ടോറിയൽ ആണ്.
ദെൻ 10 മൈനസ് തന്നിരിക്കുന്നത് 2 8 ഫാക്ടോറിയൽ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ഫാക്ടോറിയൽ. സോ 10 into 9 into 8 factorial divided by 8 factorial into 2 factorial. That is 8 factorial and factor cancel line, 2, 5 cancel line. So 45 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മള് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇനോർഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കലും അനലിറ്റിക്കലും എല്ലാം നോക്കുക. അതുപോലെ തന്നെ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തു വരും. എസ്പെഷ്യലി സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനേക്കാൾ ഉപരി നെറ്റിന്റെയും ഗേറ്റിന്റെയും ഒക്കെ ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. ആ നെറ്റും ഗേറ്റിന്റെ ചോദ്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം 4 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വേണം. നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെന്റ്സില് നിങ്ങൾ ഒരു കാർഡ് അടച്ച് വെടിവെക്കാതെ പി ബ്ലോക്ക് എലമെന്റ്സിലും ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ആയിട്ട് നെറ്റിന് ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് പോയാൽ കുറെ ബൈഹാർട്ട് ചെയ്യേണ്ട തരം ചോദ്യങ്ങളാണ്. ഫെർട്ടിലൈസർ, ഫോസ്ഫറസിന്റെ ഒക്കെ കേസിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് PET4 ട്രൈസ്, PME ത്രൈസ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബേസിക് ബെറീലിയം നൈട്രേറ്റിന്റെ സ്ട്രക്ചർ, കോപ്പർ അസറ്റേറ്റിനകത്ത് ബോണ്ടുകള്, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ ഈ വീഡിയോസിനോടൊപ്പം തന്നെ ടോസ് അക്കാഡമി കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു 10-15 വീഡിയോസിന് മേലെയായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ പല സീസണുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം അതും കൂടെ കണ്ടു തന്നെ പോവുക. ഇത്രയും വീഡിയോസ് മാത്രം കണ്ടിട്ട് പോയാൽ തന്നെ നിങ്ങൾക്കൊരു 10-40 മാർക്ക് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത്തവണത്തെ സെറ്റ് നിങ്ങൾ കൈക്കലാക്കുക. ഓക്കെ, താങ്ക് യു.